Hey guys, this is me Vishnu. This is Sudhish. Welcome to our channel. What's the crack? What's the crack again, brother? Kerala celebrities. കേരള സെലിബ്രിറ്റീസ് ഏത് നമ്മുടെ ദിലീപ് മോഹൻലാൽ നിവിൻ പോളി ടോവിനോ അവരെ കുറിച്ചാണ് ബേസിൽ അവരൊക്കെ എന്ത് സെലിബ്രിറ്റീസ്? അവരെക്കാട്ട് വലിയ സെലിബ്രിറ്റീസ് ഒക്കെ ഉണ്ട്. റിയൽ സെലിബ്രിറ്റീസ്. റിയൽ സെലിബ്രിറ്റീസ്. കേരളം ഇപ്പോൾ കുലുക്കിക്കൊണ്ടിരിക്കുന്ന സെലിബ്രിറ്റീസ്. കുറെ പേര് കത്തിക്കാനൊക്കെ ശ്രമിച്ചായിരുന്നു. അവരെ കുറിച്ച് ഇപ്പൊ വിവരങ്ങളൊന്നും ഇല്ല. പക്ഷെ നിങ്ങൾ ആരെ കുറിച്ച് ഉദ്ദേശിക്കുന്നത്? അവരെ കൂട്ടുള്ള കുറച്ച് ആൾക്കാര്. പക്ഷെ ഞാൻ ഉദ്ദേശിക്കുന്നത് നമ്മുടെ മെയിൻ പവർ ഹൗസ് ആയ കുറച്ച് ആൾക്കാരെയാണ്. പേര് വേണേ പറയാം. എക്സാമ്പിൾ ആറാട്ടണ്ണൻ, മൈ ബോയ് ആറാട്ടണ്ണൻ, അലിൻ ജോസ് പെരേര, സീക്രട്ട് ഏജന്റ്, പിന്നെ അല്ല ഇങ്ങനത്തെ കുറച്ച്. പിന്നെ ബാക്കിയുള്ളവരെവിടെ പോയി? കാർത്തിക് സൂര്യ, പേർളി ഷസാം, മാണി, അതായത് ഷസാം. ബേസിക്കലി യൂട്യൂബ് വഴി ഫേമസ് ആയ ബേസിക്കലി നമ്മുടെ സുജിത് ഭക്തൻ, ഓഫ് കോഴ്സ്. സുജിത് ഭക്തൻ, അർജു, കുറച്ച് ഭരിക്കുന്ന ആൾക്കാർ ഇപ്പം സോഷ്യൽ മീഡിയ അവിടെ അതെ. കേരളത്തില് അതായത് they are ruling യൂട്യൂബ് അല്ലെങ്കിൽ സോഷ്യൽ റൂളിംഗ്, മീഡിയ. ബിക്കോസ് ദേ ആർ വർക്കിംഗ് ഹാർഡ് ഫോർ ഇറ്റ്. അതെ, എല്ലാരും Content തൊപ്പി, അവരുടേതായ man, രീതിയിൽ തൊപ്പി. തൊപ്പി പല പല മേഖലയിൽ നിന്നുള്ള പല പല ആളുകൾ. നമ്മുടെ മറ്റേ ഷെൽവിൻ, നമ്മുടെ ഓക്കെ, ഷെൽവിൻ ജെയിംസ്, അവൻ, ഇവരെല്ലാരും പല പല രീതിയിൽ യൂട്യൂബിൽ കോളിളക്കം സൃഷ്ടിച്ചുകൊണ്ടിരിക്കുകയാണ്. അപ്പൊ അവരെ കുറിച്ച് അല്ല എന്താണ് അവരെ കുറിച്ച് നമ്മൾ അല്ല ആക്ച്വലി ഇപ്പം കാണുന്നവര് ഇങ്ങനെ ഇവർക്കെതിരെയൊക്കെ പല ഹേറ്റഡും പല രീതിയിൽ തെറിവിളിയും അങ്ങനെയൊക്കെ വരുന്നുണ്ട്. ഉണ്ട്. പക്ഷെ നമ്മൾ ഇവരെ കുറിച്ച് എന്തോ പോസിറ്റീവ് ആണോ സംസാരിക്കാൻ പോകുന്നത്, എന്തോ സംസാരിക്കാൻ പോകുന്നത്? നമ്മള് ഇതിനെക്കുറിച്ച് എന്താ ഇത് ഈ പറഞ്ഞ പോലെ തെറി വിളിക്കുന്നതിലും അല്ലെങ്കിൽ ഇവരെ നമ്മള് പുറന്തള്ളാൻ കുറെ ആളുകൾ നോക്കുന്നുണ്ട്. ഓക്കെ, അതിലൊക്കെ വല്ല കാര്യമുണ്ടോ എന്നുള്ളത്. ശരി. ദാറ്റ്സ് വാട്ട് ഐ തിങ്ക്. ഐ ബിലീവ് സോഷ്യൽ മീഡിയ ട്രെൻഡ് എപ്പോ തൊട്ടാ വരാൻ തുടങ്ങിയ ഒരു ഭയങ്കര, അതായത് ഇപ്പൊ യൂട്യൂബ് ഷോർട്സ്, ഈ പറയുന്ന യൂട്യൂബ് വീഡിയോസ് ഒക്കെ ഏത് വർഷമായിരുന്നു? 2015 സമയത്താണ് കാലഘട്ടത്തിലൊക്കെ. എസ്പെഷ്യലി ഇതെല്ലാം കയറി ഹിറ്റ് ആയത് കോവിഡ് കഴിഞ്ഞിട്ടാണ്. കോവിഡ് കഴിഞ്ഞിട്ട് ഒബ്വിയസ്ലി എല്ലാവരും വീട്ടിനകത്തായിരുന്നു. സോ ബട്ട് അപ്പൊ ആ ടൈമിൽ ഫ്രീ ആയിരുന്ന ടൈമിൽ എല്ലാവരും നമുക്കൊരു മേഖല വെച്ച് തുടങ്ങാം. അതായത് ആദ്യം എനിക്ക് പറയാനുള്ള ഏറ്റവും കൂടുതൽ ഹേറ്റഡ് ഒരുപക്ഷെ കിട്ടുന്നത് അലിൻ ജോസ് പെരേരയ്ക്കും ആറാട്ടൻ, കളിയാക്കുന്ന രീതിയിലുള്ളത് കിട്ടുന്ന ആറാട്ടണ്ണനും ഒക്കെയാണ്. പക്ഷെ നോ, ഐ ഡു അഗ്രി വിത്ത് ദാറ്റ്. അത് ബാഡ് ആണ്. പക്ഷെ ദ പ്രോബ്ലം ഈസ് ഇപ്പം നമുക്ക് രണ്ട് സൈഡിനെ കുറിച്ച് സംസാരിക്കാം. ഓക്കെ, നമുക്ക് രണ്ട് സൈഡ് ഇൻ ദ സെൻസ്, ഇപ്പൊ കുറെ പേര് പറയുന്നുണ്ട് അവർ കാണിക്കുന്ന കോപ്രായങ്ങൾ, റൈറ്റ്? അവർ കരയുന്ന കോപ്രായങ്ങൾ അത് യങ്സ്റ്റേഴ്സിന്റെ അടുത്ത് വരെ പോവുകയാണ്. യങ്സ്റ്റേഴ്സ് അത് കണ്ടു പഠിക്കുക. അപ്പൊ അവരും കുറെ ചാനൽസ് ഒക്കെ തുടങ്ങി, ഷോർട്സ് ഒക്കെ ഇട്ട്, ഷോർട്സ് ഇൻ ദ സെൻസ് യൂട്യൂബ് ഷോർട്സ്, പിന്നെ ഇൻസ്റ്റാഗ്രാം റീൽസ് ഒക്കെ ഇട്ട് അവര് ഈ ഒരു ആ വേർഡ് എന്തായിരുന്നു, ഒരു പ്രചോദനം, റൈറ്റ്? അവരെ വഴിയിലോട്ട് ആൾക്കാർ. പക്ഷെ എന്റെ ചോദ്യം ഇതാണ്, ഇപ്പം ആറാട്ടണ്ണൻ എങ്ങനെയാണ് ഫേമസ് ആയത്? ആറാട്ട് എന്ന് പറഞ്ഞ പടം ഇറങ്ങി, തിയേറ്ററിന് പുറത്തിറങ്ങിയപ്പോ ഒരു ട്രെൻഡ് ഉണ്ടല്ലോ, ഈ ക്യാമറ പിടിച്ച് ചെന്നിട്ട് പടം എങ്ങനെ ഉണ്ട് ചേട്ടാന്ന് ചോദിച്ചപ്പോൾ പുള്ളി പറഞ്ഞു അവന്മാരെങ്ങനെ വരാൻ തുടങ്ങി, അവന്മാരൊക്കെ വരാൻ തുടങ്ങി. അവരെ സംബന്ധിച്ച് ഈ പറഞ്ഞ ചാനലുകൾക്ക് എല്ലാവർക്കും സർവൈവ് ചെയ്യണം. ആറാട്ടണ്ണൻ എനിക്കറിയില്ല, ഉദ്ദേശിച്ചു പോലും ആണോ പറഞ്ഞു. പുള്ളി പറഞ്ഞു ലാലേട്ടൻ ആറാടുകയാണ്. ഓ, അതങ്ങ് കത്തി കയറിയല്ലേ. ആ പാട്ട് വരുന്നുണ്ടല്ലോ, ആറാടുകയാണ്, അങ്ങനെ കുറെ സാധനങ്ങൾ ഇറങ്ങി. അപ്പം നമ്മുടെ പയ്യന്റെ പേരെന്താ, മറ്റേ മ്യൂസിക് ചെയ്യുന്ന ഏത്, മറ്റേ മുടി വളർത്തിയ പേര് ഞാൻ എപ്പോഴും മറക്കും. മറ്റേ കുറെ കഥാപാത്രം, അശ്വിൻ ഭാസ്കർ. ആക്ച്വലി അശ്വിൻ ഭാസ്കർ. പിന്നെ ഇതൊക്കെ പറയുമ്പോൾ ഓർമ്മ വരുന്നത് മറ്റേ നമ്മുടെ പെർഫെക്റ്റ് ഓക്കെ ആളൊക്കെ ഉണ്ട്. ഇങ്ങനത്തെ പലരും പെർഫെക്റ്റ് ഓക്കെ ആളൊക്കെ ഇപ്പൊ ഇവിടെ അറിയില്ല. പക്ഷെ ഞാൻ പറയാൻ ഉദ്ദേശിക്കുന്ന വെച്ചാൽ ഇപ്പൊ ആറാട്ടണ്ണനാണെങ്കിലും അലിൻ ജോസ് പെരേര ആണെങ്കിലും അവർക്കറിയാം, അല്ലെങ്കിൽ അവർ ആ ഒരു കറക്റ്റ് സമയം മുതലെടുത്തു. ദേ ആർ ഗുഡ് ബിസിനസ് മൈൻഡഡ് പീപ്പിൾ. എനിക്കറിയില്ല അവർ എത്രമാത്രം ക്യാഷ് റവന്യൂ ഇതിനകത്ത് ഉണ്ടാക്കുന്നുണ്ടെന്ന്. എനിക്ക് അവരെ കുറ്റം പറയാൻ പറ്റില്ല. ഇല്ല, ഞാനും കുറ്റം പറയാനൊന്നുമില്ല. പക്ഷെ ദ തിങ് ഈസ്, ഇപ്പൊ നമ്മൾ പറയാം, നമ്മൾ കുറെ വർഷങ്ങൾക്ക് മുമ്പ് നമ്മുടെ സന്തോഷ് പണ്ഡിറ്റ്, സന്തോഷ് പണ്ഡിറ്റ് സന്തോഷ് പണ്ഡിറ്റ് കുറെ മൂവീസ് ഇറക്കി. പുള്ളി ഹി വാസ് എ ബിസിനസ് മൈൻഡഡ് പേഴ്സൺ. പുള്ളി ഇന്റൻഷനലി അങ്ങനെ ചെയ്ത് പൈസ ഉണ്ടാക്കി. പിന്നെ നമുക്ക് മനസ്സിലായ പുള്ളി ഒരു ഇന്റലക്ച്വൽ ആളാണെന്ന്. പുള്ളി മലയാളി ഹൗസിൽ വന്നിട്ട് കാശുണ്ടാക്കി. അതിന് ആ മലയാളി ഹൗസ് കണ്ടായിരുന്നു. അത് ആ മലയാളി ഹൗസ് എപ്പിസോഡ് ഹീറോ ആയിരുന്നു പുള്ളി. പുള്ളിനെ പുറത്താക്കിയപ്പോ പുള്ളിനെ തിരിച്ച് റേറ്റിംഗ് ഒക്കെ കുറഞ്ഞു. അല്ല, പുള്ളി പറഞ്ഞ കറക്റ്റ് അല്ലേ? പുള്ളി പറയുന്നത് വെച്ചാൽ വേണമെങ്കിൽ എന്നെ പടം കണ്ടാൽ മതി. അതന്നെ, ഞാൻ നിർബന്ധിക്കുന്നൊന്നുമില്ല ആരെയും കാണാൻ. പക്ഷെ പുള്ളി കുറെ ചാരിറ്റി വർക്ക്സ് ഒക്കെ ചെയ്യുന്നുണ്ട്. അതല്ല, അത് മാത്രല്ല, അത്
പുള്ളിയുടെ പേഴ്സണൽ തിങ് വിച്ച് ഇസ് എ ഗ്രേറ്റ് തിങ്. ഞാൻ പറയുന്നില്ല പുള്ളി അന്ന് ആ പടം ഇറക്കിയ സമയത്ത് പുള്ളി ആരോടും പറഞ്ഞിട്ടില്ല വന്ന് എന്റെ പടം കാണണമെന്നോ ഒരു പ്രൊമോഷനോ Yeah, ഒന്നും ഇല്ലായിരുന്നു. അത് ശരിയാ. ആളുകള് പുള്ളിയെ കളിയാക്കാൻ കയറി. ഹി യൂട്ടിലൈസ്ഡ്. ഞാൻ അത് വെച്ചാണ് ഇവരെ കമ്പയർ ചെയ്യുന്നത്. ഫോർ എക്സാമ്പിൾ ഇപ്പൊ ആരാട്ടണ്ണൻ ഇപ്പൊ മനസ്സിലായി ഞാൻ ആരാടുകയാണ്, ലാലേട്ടൻ ആരാടുകയാണ് എന്നൊക്കെ അതെ. പറഞ്ഞ് പുള്ളി വൈറലായി കഴിഞ്ഞപ്പോ പുള്ളി അത് യൂസ് ചെയ്യുന്നുണ്ടോ നിങ്ങൾക്ക് തോന്നുന്നു? അത് പുള്ളി പുള്ളി ഇപ്പോഴും എത്രമാത്രം യൂസ് അറ്റ് ചെയ്യുന്നുണ്ടെന്ന് പ്രസന്റ് എനിക്കറിയില്ല. ഈ മൊമെന്റ് വരെ ഈ റീസെന്റ് ജയിലിലും പോയി പുള്ളി. അതെ എന്തോ ഒരു പുള്ളി അത് ഇപ്പൊ കുറെ എനിക്ക് ഫേസ്ബുക്ക് ചാനലിലൊക്കെ വന്നിട്ട് പുള്ളി ഇങ്ങനെ ഓരോന്നൊക്കെ ഗേൾസിനെ കുറിച്ച്, പറയുന്നുണ്ട്. ഗേൾസിനെ കുറിച്ച്, അതിനോട് ഞാൻ ആക്ട്രസ്. യോജിക്കുന്നില്ല. അപ്പൊ അങ്ങനത്തെ മോശം സംസാരങ്ങളോട് ഞാൻ അപ്പം എന്തുകൊണ്ട് പുള്ളി അങ്ങനെ പുള്ളി എന്താ വീട്ടിൽ ഇരുന്ന് വീഡിയോസ് ചെയ്തിട്ട് അല്ല അപ്ലോഡ് ചെയ്ത് അതിന്റേതായ നടപടി പോലീസ് എടുത്തല്ലോ. അപ്പം അപ്പൊ ഇങ്ങനെ എനിക്കറിയില്ല എത്രമാത്രം ഇതിനകത്ത് കാര്യങ്ങളുണ്ടെന്ന്. ഇതിന് പോസിറ്റീവ് നെഗറ്റീവ് ഉണ്ട്. അപ്പൊ പുള്ളിക്ക് അത് നല്ല രീതിയിൽ കൊണ്ടുപോകാൻ ഇപ്പോഴും ചാൻസ് ഉണ്ട്. ബട്ട് പുള്ളിക്ക് അത് നെഗറ്റീവ് മതി. സി അല്ല ഇപ്പൊ ഞാൻ പുള്ളിനെ പറയുന്നില്ല അധികം. ഞാനിപ്പോ ഈ പറയുന്ന അലിൻ ജോസ് പെരേര അവനെ പറയാൻ പുള്ളി എന്താ കാരണം ചെയ്യുന്നത്? പുള്ളി വന്നിട്ട് പുള്ളിയുടെ ഒരു ആ ഷോ പുള്ളി വീഡിയോ എടുക്കാൻ പറ്റുന്ന ആൾക്കാർ മുമ്പ് കാണിക്കുന്നു. അത്രേ ഉള്ളൂ. കാണിക്കുന്നുണ്ട്. ഓക്കെ, ഇത് ആരും ഫോഴ്സ് ആരെ ചെയ്യുന്നില്ല. ബുദ്ധിമുട്ടിക്കുന്നില്ല. പക്ഷെ ആരെയും ഫോഴ്സും ചെയ്യുന്നില്ല. ഇത് നിങ്ങൾ കണ്ടേ പറ്റുള്ളൂ. ആളുകൾ ഇത് കണ്ടിട്ട് ആൾക്കാർക്ക് എന്താണ് വേണ്ടതെന്ന് ഇവർക്കെല്ലാം അറിയാം. they know that hashtag works well. ഇവരുടെ ഹാഷ്ടാഗ് ഉപയോഗിച്ച് കഴിഞ്ഞാൽ പൈസ കിട്ടുന്നത്. ആൻഡ് പീപ്പിൾ ആർ ലാഫിങ്. അല്ലെങ്കിൽ അവർക്ക് എന്റർടൈനർ കിട്ടുന്നുണ്ട്, ഒരു എന്റർടൈൻമെന്റ് കിട്ടുന്നുണ്ട് ഇവര് കാരണം. somewhere I feel yes, I agree to അറ്റ് ദി that. എൻഡ് ഓഫ് ദി ഡേ ഇതിനകത്ത് ആരെയും തെറി വിളിക്കേണ്ട, ആരെയും ഫിസിക്കലി അല്ലെങ്കിൽ മെന്റലി ബുദ്ധിമുട്ടിക്കാതെ ഇപ്പം അപ്പൊ ചാനൽ വന്നിട്ട് ഒന്ന് ഓരോന്ന് പറയുന്നതൊക്കെ മോശമാണ് ഓരോരുത്തരെ കുറിച്ച്. അതിനോട് ഞാൻ യോജിക്കുന്നില്ല. പക്ഷെ ആസ് ലോങ് ആസ് ദേ ആർ ഡൂയിങ് ആൻ എന്റർടൈൻമെന്റ് ഐ ഡോണ്ട് മൈൻഡ്. ഞാൻ അങ്ങനെ വരുമ്പോഴാണ് ഞാൻ പറയുന്നത്, ഇപ്പം എന്റർടൈൻമെന്റ് എന്ന ഇൻഡസ്ട്രി, ഇപ്പൊ എന്റർടൈൻമെന്റ് എന്ന ഇൻഡസ്ട്രി എന്ന് പറയുമ്പോൾ എന്റർടൈൻമെന്റ് എല്ലാം ഉൾപ്പെടും, റൈറ്റ്? എല്ലാം ഉണ്ട്. പക്ഷെ പക്ഷെ ഇനി വരാൻ പോകുന്ന ജനറേഷൻസിൽ അവരെ വിചാരിക്കുന്ന എന്റർടൈൻമെന്റ് ഇസ് ദിസ്. ഇറ്റ്സ് ഓക്കെ. വാട്ട്സ് ദ അത് പ്രോബ്ലം? ദിസ് ഇൻ ദ സെൻസ് ദ പ്രോബ്ലം ഇസ് ലൈക്ക് ഇപ്പൊ തൊപ്പി ഇപ്പം നിർത്തി. ഇപ്പൊ തൊപ്പി ഇനിഷ്യൽ സമയത്ത്, തൊപ്പിനെ കുറിച്ച് ഞാൻ പറയുമ്പോൾ തൊപ്പി ഇനിഷ്യൽ സമയത്ത് ചെയ്ത വീഡിയോസ് പോലെ അല്ല ഇപ്പം അവൻ ചെയ്യുന്നത്. ഇപ്പം കുറച്ചിട്ടുണ്ട് അവന്റെ വീഡിയോസിലൊക്കെ. അവനത് മനസ്സിലാവാൻ തുടങ്ങി. അതെ. Right. അല്ല അത് ഇപ്പൊ തൊപ്പിയുടെ വീഡിയോസ് ഞാൻ അധികം അങ്ങനെ കാണാറില്ല. ഉം. കണ്ടിട്ടുള്ളതൊക്കെ വെച്ചിട്ട് ഈ പുള്ളി ഇവരൊക്കെ ആ ഒരു ഹോട്ട് ടോപ്പിക് അല്ലെങ്കിൽ ഒരു പ്രശ്നം ഉണ്ടാക്കുന്ന രീതിയിലുള്ള ഒരു സാധനം അത് ആൾക്കാർ എടുക്കാനുണ്ട്. അപ്പം Okay, yeah. അതുകൊണ്ട് അവരെ നമുക്ക് കുറ്റം പറയത്തില്ല. അവരെ ആരെയും പോയി ഉപദ്രവിക്കുന്നൊന്നുമില്ല. അല്ല പക്ഷേ അതില്ല. ഞാൻ പറയാൻ കാരണം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഇപ്പം റിയൽ ആയിട്ട് ഇപ്പം ഒരു പെയിന്റിംഗ് വരയ്ക്കാൻ കഴിവുള്ള ഒരുത്തൻ. അപ്പം അവന് പക്ഷെ അതിനൊന്നും വ്യൂവേഴ്സ് ഒന്നും ഇല്ല. എല്ലാവർക്കും വേണ്ടത് ഈ കാണുന്ന ഐറ്റംസ് ഒക്കെയാണ്. അപ്പം നമുക്കൊന്നും ചെയ്യാൻ പറ്റില്ലല്ലോ. ഇപ്പൊ അതാണ് ആൾക്കാർക്ക് ഇഷ്ടമെങ്കിൽ ഇപ്പം നമ്മൾ എന്ത് ചെയ്യാൻ? അപ്പം ഇതിനകത്ത് ആരും ഉപദ്രവിക്കുന്നൊന്നുമില്ല. ഉപദ്രവിക്കുന്നില്ല. ഇപ്പം പക്ഷെ തൊപ്പി ഇതിൽ ഇടയ്ക്ക് ഒരു വീഡിയോയിൽ വന്നിട്ട് ഓരോന്ന് പറയുന്നു. നമുക്ക് അവനെ ബ്ലെയിം ചെയ്യാൻ ഇഗ്നോർ പറ്റില്ല. ചെയ്യുക. അതേ ചെയ്യാൻ കാണണ്ടാത്തവര് കാണണ്ട. അവനൊരു റവന്യൂ കിട്ടുന്നുണ്ടെങ്കിൽ നമ്മൾ എന്തിനാണ് അതിനകത്തൊരു ബുദ്ധിമുട്ടുണ്ടാക്കാൻ പോകുന്നത്? ആസ് ലോങ് ആസ് ഹി ഈസ് നോട്ട് ഡൂയിങ് എനി ക്രൈം. ഹി അല്ല ആരാണേലും ഐ അഗ്രി വിത്ത് ദാറ്റ്. ക്രൈം ചെയ്യാത്തിടത്തോളം കാലം ക്രൈമിന് പോലീസ് ശിക്ഷ കൊടുക്കുക. ക്രൈം ചെയ്യാത്ത കാര്യങ്ങൾ നമ്മൾ അത്രമാത്രം ഹെയ്റ്റ് ചെയ്യണ്ട. ആസ് ലോങ് ആസ് നമ്മൾ അതിന്റെ ഒരു സ്പിരിറ്റിൽ അപ്പൊ എടുക്കുക. ഞാൻ ഇപ്പം നമ്മൾ ഇവരെ കുറിച്ച് സംസാരിച്ചു. ഇപ്പം അലിൻ ജോസ് പെരേര ആയാലും ആരാട്ടണ്ണൻ ആയാലും ഇവരെ എനിക്ക് ത്രൂ കുറെ പേര് ജീവിക്കുന്നുണ്ട്. That's what I feel. അതാണ് സർവൈവ് അതുകൊണ്ട് ചെയ്യുന്ന. എനിക്ക് പിന്നെ കൂടുതൽ ഒന്നും പറയാനും പറ്റുന്നില്ല. മീൻസ് ഒക്കെ ബ്രില്യന്റ് ആണ്. അവനൊക്കെ അവൻ ക്യാഷ് ഉണ്ടാക്കുന്നുണ്ട്. നല്ലോണം Yeah. ഉണ്ടെന്ന് വിചാരിക്കുന്നു. പറഞ്ഞതനുസരിച്ച് ഈസ് ബ്രില്യന്റ്. ഈ അലിൻ ജോസ് പെരേരയും ആറാട്ടണ്ണനും ഒക്കെ ഐ ഹോപ്പ് ദേ ആർ മേക്കിംഗ് ഗുഡ് മണി. ഐ ഡോണ്ട് ഹോപ്പ് പീപ്പിൾ ആർ They should definitely. ടേക്കിംഗ് അഡ്വാൻറ്റേജ്. ആരും അഡ്വാൻറ്റേജ് ചെയ്യുന്നില്ലെന്ന് വിചാരിക്കും. ഇനിയിപ്പോ അവര് നിങ്ങാണെങ്കിലും നമ്മുടെ വീഡിയോ എല്ലാം കണ്ടു കഴിഞ്ഞാൽ പ്ലീസ് നിങ്ങളെ എന്തായാലും നിങ്ങൾ ഒരു ബ്രാൻഡായി മാറിക്കഴിഞ്ഞു. നിങ്ങളെ എല്ലാവർക്കും അറിയാം. നിങ്ങളെ ഐ എല്ലാവർക്കും റെസ്പെക്ട് ദം. ഇപ്പൊ ഞങ്ങൾ നിങ്ങളെ കുറിച്ച് സംസാരിക്കണമെങ്കിൽ നിങ്ങളെ അറിയുന്നതുകൊണ്ടാണ് ഞങ്ങൾ സംസാരിക്കുന്നത്. അപ്പം എന്റെ ഫീഡില് You can- ഞാൻ നോക്കുമ്പം 20 വീഡിയോ ഉണ്ട്. അതിനകത്ത് 3 വീഡിയോ അലിൻ ജോസ് പെരേര അതാ. ആൻഡ് ഐ റെസ്പെക്ട് ദം. അതാ. അപ്പൊ ഞാൻ എങ്ങാണെങ്കിലും ഈ വീഡിയോ എപ്പോഴെങ്കിലും ഇവർക്ക് കാണാൻ പറ്റുവാണെങ്കിൽ നമ്മുടെ ഈ പോഡ്കാസ്റ്റ് ഈ പറയുന്ന ആരാട്ടണ്ണനായാലും ഈ പറയുന്ന അലിൻ ജോസ് പെരേര ഇവരുടെ അടുത്ത് പറയാനുള്ളത്, മേക്ക് യൂസ് ഓഫ് യുവർ നല്ലോണം ചെയ്യുക. മോശം കാര്യങ്ങൾ പറയാണ്ടിരിക്കുക. മോശം ഞാൻ കാര്യം. ഇവര് ചെയ്യുന്ന മോശം കാര്യങ്ങളെ നിങ്ങൾക്ക് റവന്യൂ ഉണ്ടാക്കാൻ നോക്കുക. നിങ്ങൾക്ക് മാക്സിമം ഉണ്ടാക്കാനുള്ള എല്ലാം പൊട്ടൻഷ്യൽ ഉണ്ട്. ബിക്കോസ് എവറി വൺ ഈസ് സറൗണ്ടിങ് യു. അപ്പോഴും ഞാൻ പറയുന്നു, ഞാൻ ഇവരെ റെസ്പെക്ട് ചെയ്യുന്നു എന്ന് പറയുമ്പോഴും ഇവര് റെസ്പെക്ട് ചെയ്യുന്ന വെച്ചാൽ ലിറ്ററലി അവര് അടുത്ത വഴിയാണ് ഞാൻ ഉദ്ദേശിച്ചത്. അല്ലാണ്ട് ആരും മോശം പറയുന്നതോ അല്ലെങ്കിൽ എന്തെങ്കിലും വന്നിട്ട് തെറി വിളിക്കുന്നതോ ആളുകളെ എന്താ മോശമായിട്ട് ചിത്രീകരിക്കുന്നതോ ഞാൻ സപ്പോർട്ട് ചെയ്യില്ല. അവിടെ എന്റെ റെസ്പെക്ട് പോകുന്നുണ്ട്.
പക്ഷെ ആസ് ലോങ് ആസ് ദേ ആർ എന്റർടൈനിങ് പീപ്പിൾ ഐ റെസ്പെക്ട് ദം. അതൊരു ലിമിറ്റ് ഉണ്ട്. അത് ആരാണേലും അത് കടന്നു കഴിഞ്ഞാൽ എനിക്ക് ഇഷ്ടമല്ല. ഗ്രേറ്റ്. അപ്പം ഞാനിപ്പോ ചോദിച്ചു കഴിഞ്ഞാൽ ഇപ്പൊ നിങ്ങളിപ്പം ഇങ്ങനെ ചാനൽസ് കാണാറുണ്ടോ? യൂട്യൂബ് ചാനൽസ്? ഐ ഞാൻ മീൻ, ഡു കാണാറുണ്ട്. യു ഞാൻ ഹാവ് എ സ്പെസിഫിക് പേഴ്സൺ ലൈക്ക് എനി വ്ളോഗേഴ്സ്, ട്രാവൽ ഞാൻ വ്ളോഗേഴ്സ്? ഞാൻ സീക്രട്ട് ഏജന്റിന്റെ വീഡിയോസ് കാണാം. സോ ലെറ്റ്സ് സ്റ്റാർട്ട് വിത്ത് ലൈക്ക് നിങ്ങൾക്ക് എന്താണ് തോന്നുന്നത് സീക്രട്ട് ഏജന്റിനെ കുറിച്ച്? പുള്ളിയുടെ പേഴ്സണൽ അഭിപ്രായം പുള്ളിയുടെ ചാനലിൽ പുള്ളി പറയാം. ആണ്. അപ്പം അത് പുള്ളി പറഞ്ഞ എല്ലാം എല്ലാം ഇപ്പൊ ഞാൻ യോജിക്കാറുണ്ടോന്ന് എനിക്ക് പറയാൻ പറ്റില്ല. ഉം. പക്ഷെ യോജിക്കുന്ന കാര്യങ്ങളുണ്ട്, യോജിക്കാത്ത കാര്യങ്ങളുണ്ട്. ദാറ്റ്സ് ഹിസ് ഒപ്പീനിയൻ. ഐ റെസ്പെക്ട് Yeah, ദാറ്റ്. I do agree with that because ഞാനാണെങ്കിൽ സീക്രട്ട് ഏജൻസിന്റെ വീഡിയോ ഒക്കെ കാണുമ്പോൾ ഞാൻ റിവ്യൂസ് ആക്ച്വലി ഞാൻ വലുതായി ശ്രദ്ധിച്ചു. പുള്ളി പറയുന്ന അത് കേട്ടുകൊണ്ട് ഞാനൊരു മൂവി കാണാൻ പോകണോ അങ്ങനെ ഞാൻ തീരുമാനിക്കാറില്ല. അതൊന്നുമില്ല. ഞാൻ റിവ്യൂസ് ഞാൻ ഫോളോ ഞാൻ തീരുമാനിക്കാറില്ല. പക്ഷെ പുള്ളിന്റെ എനിക്കൊരു ഇഷ്ടപ്പെട്ട സംഭവം, പുള്ളി എല്ലാ മൂവി കണ്ടിട്ട് എവറി ഡേ അല്ലെ അറ്റ്ലീസ്റ്റ് അതിനെ കുറിച്ച് അപ്ഡേറ്റ് ചെയ്ത്. ഇത് മാത്രമല്ല, നല്ല കമ്മിറ്റ്മെന്റ് ഉള്ള ഒരാളാണ്. കമ്മിറ്റ്മെന്റ് ഉണ്ട്. പുള്ളി യൂട്ടിലൈസ് ചെയ്യുന്നുണ്ട് സോഷ്യൽ മീഡിയ നല്ലതായിട്ട്. ഇപ്പം ഇന്ത്യ പാകിസ്ഥാന്റെ ഇതിനെ കുറിച്ച് പുള്ളി സംസാരിക്കുന്നുണ്ട്. പുള്ളിന്റെ ഒരു ഗട്ട്സ് സംഭവിക്കണം. പുള്ളിന്റെ ഒരു ക്വാളിറ്റി എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ പുള്ളി ആ കാറിന്റെ സ്പേസിനകത്ത് ഇരുന്ന് സംസാരിക്കുന്നു. അത് പുള്ളി അതിനെ ഒരു ഇപ്പൊ നമ്മൾ ഈ സെറ്റപ്പിൽ നമ്മൾ ഇവിടെ ഇരുന്ന നമ്മൾ സംസാരിക്കുന്നത്. വി ഹാവ് ഇൻവെസ്റ്റഡ് ഇൻ നമ്മളും പുള്ളി ചെയ്യുന്ന ഒരു സാധനമാണ് ചെയ്യുന്നത്. നമ്മൾ നമ്മുടെ അഭിപ്രായം പറഞ്ഞു. പക്ഷെ പുള്ളി സെറ്റപ്പ് പുള്ളിക്ക് മനസ്സിലായി ദിസ് ഇസ് വർക്കിംഗ് ഔട്ട്. സോ അതൊന്നും മാറ്റാതെ പുള്ളി മറ്റേ ഉണ്ണിമുകുന്ദൻ ഇഷ്യൂ വന്നപ്പം ഞാൻ ശരിക്കും പുള്ളിയെ വെച്ച് എന്തൊരു ധൈര്യമാണ്. അതന്നെ. അതില് ഇപ്പം നമ്മൾ വല്ലായിരുന്നെങ്കിൽ ഐ വുഡ് ഹാവ് ടേക്കൻ എ സ്റ്റെപ്പ് ബാക്ക്. ഞാൻ ചിലപ്പം പുള്ളി അത് അറിഞ്ഞൂടാ ആരുടെ ഭാഗത്ത് ശരിയെന്ന് ഞാൻ പറയുന്നില്ല. പക്ഷെ ഹി വാസ് വെരി ബോൾഡ്. ബോൾഡ് ആയിരുന്നു. ആ കോൺവെർസേഷൻ ഒക്കെ ലീക്ക് ഞാൻ ഈ ഒരു ഇന്റർവ്യൂ ഉണ്ട്. പല ദിവസവും പുള്ളിക്ക് വല്ല അറ്റാക്കുന്നത് വരാറുണ്ട്. സ്റ്റിൽ ഹീസ് ഡൂയിങ് ഹിസ് തിങ്. പുള്ളി ക്രിക്കറ്റ് പ്ലെയർ ഒക്കെ ആയിരുന്നു. പുള്ളി ക്രിക്കറ്റ് പ്ലെയർ ഇപ്പൊ ഈ ഇടയ്ക്ക് ബിഗ് ബോസിൽ വന്നു. പിന്നെ ഈ ഇടയ്ക്ക് CCL എന്തോ കളിക്കാനൊക്കെ പോകും. ഈസ് എ ഗുഡ് പ്ലെയർ. ഷസാം ആണെങ്കിലും ആണെങ്കിലും അവരവരുടെ ഇവരാരും വന്നിട്ട് ഞാൻ പറയുന്നത് ഫോളോ ചെയ്യണമെന്നൊന്നും ആരോടും പറയുന്നില്ല. അതന്നെ, അത് ശരിയാ. നമുക്ക് ഫ്രീഡം ഓഫ് സ്പീച്ച് ഉണ്ട്. നമുക്ക് ഇപ്പൊ ഞാൻ പറയാണ്, ഇപ്പൊ ഞാനൊരു ഹോട്ടലിൽ പോയിട്ട് മസാല ദോശ കഴിച്ചു, എനിക്ക് ഇഷ്ടപ്പെട്ടില്ല. ഞാൻ നിന്നോട് പറയും, എന്റെ കൂട്ടുകാരോട് എനിക്കറിയാവുന്നവരോട് ഞാൻ പറയാം ആ ഹോട്ടലിൽ പോയിരുന്നു. അതേ അവർ ചെയ്യുന്നുള്ളൂ. അവര് സിനിമ കണ്ടിട്ട് അവരുടെ അഭിപ്രായം പറയുന്നത്. ഇത് കേൾക്കണോ കേൾക്കണ്ടോ എത്രമാത്രം ട്രസ്റ്റ് ചെയ്യണോ എന്നുള്ളത് കേൾക്കുന്നവരുടെ തീരുമാനമാണ്. നമുക്ക് അതിനെതിരെ ഈ പറഞ്ഞ ഷസാമാലും ഈ പറയുന്ന മറ്റേ റിവ്യൂവറായിരുന്നു വേറൊരാൾ യശ്വന്ത് കോക്കായാലും അവരൊരു അഭിപ്രായം പറയുന്നു. അവരുടെ ഒരു കോണ്ടന്റ് അവരുടെ സ്റ്റൈലിൽ അവര് പ്രസന്റ് ചെയ്യുന്നു. ആൻഡ് സോ അവരെല്ലാം എല്ലാത്തിനെ കുറിച്ച് സംസാരിക്കുന്നുണ്ട്. നെഗറ്റീവ് വിളിക്കാതിരിക്കുക, അത് നമ്മൾ മാക്സിമം അവോയ്ഡ് ഭയങ്കരമായിട്ട് ടാർഗറ്റ് ചെയ്യാൻ എടുക്കുന്നിടത്തോളം അങ്ങനെ ചെയ്യുന്നുണ്ട്. അത് തെറ്റാണ്. ഉണ്ണി വ്ളോഗ്സിനെയും പറഞ്ഞു. ഉണ്ണി വ്ളോഗ്സിന്റെ റിവ്യൂസും ഞാൻ അത് അധികം കണ്ടിട്ടില്ല. ബട്ട് ഞാൻ കുറച്ച് കണ്ടിട്ടുണ്ട്. എനിക്ക് പുള്ളിയുടെ ഒരു രീതി എനിക്ക് ഇഷ്ടമാണ്. നല്ലൊരു ഞാൻ ആക്ച്വലി നിങ്ങൾ ശ്രദ്ധിച്ചിട്ടുണ്ടായിരിക്കും, ഐ ഡു റെഗുലർലി വാച്ച് ടെക് ട്രാവൽ ഈറ്റ്. സുജിത് ഭക്തൻ. ഞാൻ അങ്ങനെ അധികം കാണാറില്ല. ബട്ട് ഇഫ് സംവൺ ആസ്ക് മീ ലൈക്ക് ആർ യു എ ഫാൻ? നോ, ഐ ആം നോട്ട് ഫാൻ ഓഫ് എനി വ്ളോഗേഴ്സ്. ആരുടെ ഫാൻ ഒന്നുമല്ല. പക്ഷെ ഞാൻ സ്ഥിരമായിട്ട് പുള്ളിന്റെ വീഡിയോസ് കാണാറുണ്ട്. ഞാനും എന്റെ പുറകെ ഇരുന്ന് കാണാറുണ്ട്. എനിക്ക് പക്ഷെ പറയാനുള്ളത്, മൈ ഡാഡ് ഈസ് എ ബിഗ് ഫാൻ ഓഫ് സുജിത് ഭക്തൻ. അതെ അല്ലേ. പുള്ളി കുറെ ട്രാവൽ ഒക്കെ ചെയ്യുന്നതാണല്ലോ. അപ്പൊ ഞാൻ അധികം ഫോളോ ചെയ്തിട്ടില്ല. പുള്ളി അയർലൻഡ് വന്നായിരുന്നു. പുള്ളി 1-2 തവണ വന്നിട്ടുണ്ട്. എനിക്ക് പുള്ളി അങ്ങനെ ഡീറ്റെയിൽസ് അറിയില്ല, ഞാൻ അധികം കണ്ടിട്ടില്ല. പക്ഷെ പുള്ളി കുറെ ട്രാവൽ ചെയ്യുന്നതും കുറെ വീഡിയോസ് പുള്ളിന്റെ ഇങ്ങനെ തന്നെ. പുള്ളി പല ഒരു സോഴ്സ് ആണ് ഇപ്പം. അതെ അതെ അതെ. നമ്മൾ പറഞ്ഞ പലരും പല രീതി. ഇപ്പം ഈ സുജിത് ഭക്തനായാലും ടെക് ട്രാവൽ കൂടുതലും ട്രാവലിങ്ങും ഫാമിലിന്റെ കൂടെ ഉള്ള ട്രാവലിങ്ങും പിന്നെ ഫുഡിന്റെ കാര്യം അങ്ങനത്തെ ഒക്കെ കുറെ ഫോക്കസ് ചെയ്യുന്നത്. ടെക് ഇപ്പൊ കുറച്ച് കുറവാണ്. ട്രാവൽ ആൻഡ് ഈറ്റ്. ബട്ട് ഹീസ് ഡൂയിങ് വെൽ. ലൈക്ക് റെഗുലർലി പോസ്റ്റ് ചെയ്യുന്നുണ്ട്, സമയത്തിന് പോസ്റ്റ് ചെയ്യുന്നുണ്ട്, നല്ല റവന്യൂ മേടിക്കുന്നു, ഫാമിലിനെ നല്ലതായിട്ട് നോക്കുന്നുണ്ട്. സോ ഹീസ് ഡൂയിങ് എ ഗുഡ് ജോബ്. അതുകൊണ്ടാണ് മൃണാൽ ഞാൻ ആലോചിക്കാം, മൃണാൽ ഈ ഇനിഷ്യൽ സ്റ്റേജിൽ എത്ര പേരെ ക്രിട്ടിസൈസ് ചെയ്തിട്ടുള്ളൂ പുള്ളിനെ. കുറച്ച് എനിക്ക് തോന്നിയിട്ടുള്ള വെച്ചാൽ പുള്ളിയുടെ ഒരു പേഴ്സണൽ അഭിപ്രായം, പലരും ഒരു ഹുങ്കായിട്ട് പുള്ളിയെ കുറിച്ച് കുറച്ച് മിസ്റ്റേക്സ് ഒക്കെ അല്ലെങ്കിൽ എല്ലാവരുടെയും ഭാഗത്തുണ്ടാവില്ല. പുള്ളി പറഞ്ഞ് കുറച്ച് കൂടിപ്പോ കുറഞ്ഞു പോകുക. പക്ഷെ പുള്ളിയുടെ ഒരു പോയിന്റ് കുറെ കാര്യങ്ങൾ അങ്ങ് എടുത്തങ്ങ് പറയും. അപ്പം പുള്ളി ഭയങ്കര ഒരു ഓപ്പൺ മൈൻഡഡ്. പിന്നെ ചിലപ്പോൾ ഷോ ആന്നൊക്കെ പലർക്കും തോന്നി. എസ്പെഷ്യലി ഷോ പറയുന്ന കാരണം മറ്റേ പുള്ളിന്റെ ഫ്രണ്ട് ആണല്ലോ നമ്മുടെ ഡയറക്ടർ ജിത്തു ജോസഫ്. പുള്ളി ഇപ്പൊ ഒരു ഹോട്ടൽ തുടങ്ങി, 1-2 ഹോട്ടൽ തുടങ്ങി, നല്ല അടിപൊളിയാന്ന്. അതൊക്കെയാണ്
മേഡ് ഷുവർ ദാറ്റ് പുള്ളിക്ക് ആ പ്ലാൻ പുള്ളി എന്തെങ്കിലും കറക്റ്റ് ആയിട്ട് ചെയ്തു. അതാണ്. അപ്പൊ ഇത് എല്ലാരും ഇപ്പൊ ഇത് ഈസി ടെക്നോളജി അല്ലെങ്കിൽ ഇപ്പൊ ഇങ്ങനത്തെ സാധനങ്ങൾ ഇന്നവിറ്റബിൾ ആണ്. യെസ്. നമ്മളത് യൂട്ടിലൈസ് ഇപ്പം ഇനി അങ്ങോട്ട് എന്തൊക്കെ നടക്കാൻ പോകുന്നത് നമുക്കറിയില്ല. ഒന്നും പറയാൻ പറ്റില്ല. പക്ഷെ ഇപ്പം കാർത്തിക് സൂര്യയുടെ കേസ് പറഞ്ഞ കാർത്തിക് ആ സൂര്യ എന്ന് പറഞ്ഞാൽ കാർത്തിക് സൂര്യ അത് ഞാൻ വിട്ടുപോയി. കാർത്തിക് സൂര്യ ഞാൻ ആക്ച്വലി അത്യന്തം ഫോളോ ചെയ്യാറില്ല. വിഷ്ണു ഭയങ്കര follow ചെയ്യും. ഞാൻ ഭയങ്കരമായിട്ട് ഞാൻ കാർത്തിക് സൂര്യനെ ആക്ച്വലി ഞാൻ പണ്ട് കുറച്ച് പാട്ടൊക്കെ ചെയ്തിട്ടുണ്ട്. ഒരു പാട്ടൊക്കെ പുള്ളിക്ക് അയച്ചു കൊടുത്തിട്ട് പക്ഷെ ഞാനൊന്ന് അവിടെ ഞാൻ നടന്നില്ല. റെസ്പെക്ട് കൊടുക്കും. കാരണം പുള്ളി ഒറ്റയ്ക്ക് ഒരു ചാനൽ പുള്ളി തുടങ്ങി. ഒറ്റയ്ക്ക് പുള്ളി ഇപ്പം ഒരു ഹോസ്റ്റ് ഒക്കെ ആയി. ആക്ച്വലി പുള്ളി ഒരു ചെറിയൊരു മൊബൈലിലൊക്കെ അതെ തുടങ്ങിയിട്ട് പുള്ളി ഇപ്പം ഹോസ്റ്റ് ഒക്കെ ചെയ്യുന്നു. യെസ് യെസ്. നല്ല രീതിയിലെ കോണ്ടന്റ് ഇതിനകത്ത് കൊണ്ടുവരുന്നു. പലരോടും എനിക്ക് പേഴ്സണലി യോജിപ്പില്ല. പക്ഷെ അവര് ചെയ്യുന്ന വർക്ക് അവര് വിജയിക്കുന്നതിൽ എനിക്ക് അത് നമ്മൾ അതിനകത്ത് ഇടപെടേണ്ട ആവശ്യമില്ല. നമ്മൾ ഹേറ്റ് ചെയ്തിട്ട് കാര്യമൊന്നുമില്ല. യെസ് ആബ്സല്യൂട്ട്ലി. As long as they are not doing any crime and as long as they are not doing any physical assault or something, then എവറിത്തിങ് ഇസ് ഫൈൻ. അപ്പം റിവ്യൂ ചെയ്തുകൊണ്ടിരിക്കുക. നിങ്ങൾ ചെയ്യുന്ന കാര്യങ്ങളൊക്കെ അടിപൊളിയാണ്. അതെ ഈ പറയുന്ന പുള്ളി പറഞ്ഞ പോയിന്റ്സ് ഒക്കെ നോക്കുക. ഇനി നമ്മൾ പറഞ്ഞിട്ട് വേണമല്ലോ അതെ. അവര്. നമ്മൾ ആരുടെയൊക്കെ പേര് വിട്ടുപോയിട്ടുണ്ട്. നമുക്ക് അറിയുന്ന ആൾക്കാരുടെ പേരൊക്കെ നമ്മൾ പറഞ്ഞു അത്രേ ഉള്ളൂ. ഇവരൊക്കെയാണ് ഫേമസ്. പേളിമാണി പേളിമാണി നമ്മൾ ബാംഗ്ലൂർ വെച്ച് കണ്ട നിങ്ങൾ കണ്ടിട്ടില്ല? ഞാനില്ല. ആക്ച്വലി ഹാവ് സീൻ പുള്ളിക്കാരി ക്രൈസ്റ്റ് പഠിച്ച ബൈക്ക് റൈഡർ ആയിരുന്നല്ലോ. ഞാൻ ആദ്യമായിട്ട് പുള്ളിക്കാരിനെ എനിക്ക് കാണുന്നത് പുള്ളിക്കാരി ഭയങ്കര ഇഷ്ടമാണ്. കാരണം പുള്ളിക്കാരി ഭയങ്കര ഫണ്ണിയാണ്. ഹസ്ബൻഡ് ഭയങ്കര സപ്പോർട്ടീവ് ആണ്. ശ്രീനീഷ് അല്ലേ? ശ്രീനീഷ് ഡൂയിങ് എ ഗ്രേറ്റ് ജോബ്. കുട്ടികളും ഇപ്പൊ അടിപൊളിയാണ്. ഒരു ഓൺ 2 കുട്ടികളുണ്ട്. ഇന്റർവ്യൂ ചാനലൊക്കെ. പേളിമാണി ഷോ സംതിങ് ലൈക്ക് ദാറ്റ്. പക്ഷെ പുള്ളിക്കാരി യൂട്യൂബ് വഴി അങ്ങനെയൊന്നുമല്ലല്ലോ ഫേമസ് ആയി. പുള്ളിക്കാരി സിനിമ പുള്ളിക്കാരി ഓൾറെഡി ഒരു ആങ്കർ ഒക്കെ വന്നിട്ട് അങ്ങനെ പുള്ളിക്കാരിക്ക് പിന്നെ ആ രീതിയിൽ അങ്ങ് അതെ പോയി പുള്ളി. അതെ. വാസ് ഗുഡ് ആക്ച്വലി. പിന്നെ നമ്മുടെ ഈ പറഞ്ഞ കുറച്ച് 1-2 ചാനലുകളും ഉണ്ടല്ലോ. നമ്മുടെ ഈ പറഞ്ഞ കരിക്ക് അതൊക്കെ കരിക്ക് ഈയിടെ ഞാൻ റീസെന്റ് അവരും അങ്ങനെയാണല്ലോ യൂട്യൂബ്. ആ ഒരു കോവിഡ് സമയത്താണ്. ഞാൻ എപ്പോഴും ആലോചിക്കുന്ന ഇവരുടെ കോൺഫിഡൻസിൽ ഇപ്പൊ കരിക്ക് ലാസ്റ്റ് ഭയങ്കര ഇഷ്ടപ്പെട്ടു. അല്ലാതെ ഞാൻ അതിന്റെ കണ്ടില്ല. പേരെന്തായിരുന്നു? ഞാൻ കണ്ടില്ല. നിങ്ങൾ കണ്ടിട്ട് ഞാൻ കണ്ടു. ലാസ്റ്റ് ഇറങ്ങിയ എപ്പിസോഡ് വാസ് തിങ് ഈസ് കരിക്കൊക്കെ ഇങ്ങനെ സ്റ്റാർട്ട് പുള്ളിന്റെ പേരെന്തായിരുന്നു തുടങ്ങിയ ആളുടെ പേര്? പേര് ഞാൻ രാജ അല്ലെങ്കിൽ പേര് ഞാൻ മറന്നുപോയി. ഇസ് വൺ IT എംപ്ലോയി സംതിങ്. അവര് ജോബ് ഒക്കെ വിട്ടിട്ട് അയാള് ഇത്രയും പേരെ കൂടെ നിർത്തി. ഈ സോഷ്യൽ മീഡിയ ആണ് ഭയങ്കര സ്ട്രോങ്. സോഷ്യൽ മീഡിയ കുറെ സെലിബ്രിറ്റീസ് ഉണ്ട് ഇപ്പൊ. സോഷ്യൽ മീഡിയ ഇപ്പൊ സെലിബ്രിറ്റീസ് ഈ പറയുന്ന നമ്മുടെ ആഗമ്മ നാഗ- ഇതൊക്കെ നിന്നൊക്കെ നാണമുണ്ടോ? കഴിവുണ്ട്. ഇപ്പൊ കുറെ സിനിമയിലായി അത്. എത്ര പടത്തിലായി അവരുടെ ഡയലോഗ്. ഇവർക്കൊക്കെ നമ്മളൊരു വീഡിയോ പറഞ്ഞു, ഞാൻ ചോദിച്ചില്ല ഇവർക്കൊക്കെ വല്ല പേറ്റന്റും കിട്ടുന്നുണ്ടോ? നമ്മുടെ ഫസ്റ്റ് എപ്പിസോഡിലാണെന്ന് അതെ തോന്നുന്നു അതെ. നമ്മൾ ഇതിനെ കുറിച്ച് പറയുന്നുണ്ട്. ഇതെല്ലാം ആളുകൾ കാണുകയും ചെയ്തിട്ട് ഇവരെയൊക്കെ തെറിയും വിളിക്കും. തെറിയും വിളിക്കും. അതാണ്. നമ്മൾ കാണാണ്ടിരുന്നു. പക്ഷെ അങ്ങനെയാണല്ലോ സോഷ്യൽ മീഡിയ. സോഷ്യൽ മീഡിയ ഇസ് ലൈക്ക് നമുക്ക് 2 തോട്ട്സ് ഉണ്ടെങ്കിൽ ഇപ്പൊ എല്ലാരും പോസിറ്റീവ് സംസാരിച്ചുകൊണ്ട് എന്ന് ബോറടിക്കും. കുറച്ചൊക്കെ നെഗറ്റീവ് എല്ലാം കൂടെ വന്നാലേ ആ മിക്സപ്പ് രസമുള്ളൂ. പിന്നെ കോൺവെർസേഷൻ വരണം. പിന്നെ ചില പേര് എനിക്ക് ഇഷ്ടമല്ലാത്ത മനസ്സിൽ ചില സെലിബ്രിറ്റീസ് ഈ സോഷ്യൽ മീഡിയ സെലിബ്രിറ്റീസ് എന്ന് പറഞ്ഞാൽ ഇന്റൻഷനലി ടു ഗെയിൻ റവന്യൂ ആൻഡ് ഓൾ ദോ സ്റ്റഫ്. അവര് നെഗറ്റീവ് പറഞ്ഞാലേ റവന്യൂ കിട്ടും. അങ്ങനെ നെഗറ്റീവേ പറയത്തുള്ളൂ. ഐ മീൻ നോട്ട് മൂവി റിവ്യൂ, മേ ബി മൂവി റിവ്യൂ അല്ലെങ്കിൽ തെറി വിളിച്ചാലേ അവർക്ക് അത് കുറച്ച് അതൊക്കെ കുറച്ച് ഓവർ അല്ലേ? നോ ഒരു കൺട്രോൾഡ് എൻവയോൺമെന്റിൽ ഇപ്പൊ ഞാൻ പറയാം, എനിക്ക് ഭയങ്കര ഇഷ്ടപ്പെട്ടൊരു പടമാണ് നമ്മുടെ മറ്റേ മോഹൻലാലിന്റെ പടം ചെയ്ത പുള്ളിയുടെ വരുന്നത് ലിജോ ജോസ് പെല്ലിശ്ശേരിയുടെ ഒരു തെറിപ്പടം ഉണ്ടായിരുന്നല്ലോ, എന്താ ചുരുളി. അതൊരു കൺട്രോൾഡ് എൻവയോൺമെന്റ്. കാരണം നമുക്ക് പോകുമ്പോഴേ അറിയാം ഒരു സർട്ടിഫിക്കറ്റ് ഉള്ള പടമാണ്. അപ്പം ഈ ലൈവ് ഫീഡൊക്കെ വരുമ്പം അതാണ് നമുക്കൊരു ഡിസ്ക്ലെയിമർ കിട്ടുന്നില്ല. ഇതൊരു അങ്ങനത്തെ സാധനത്തിനോട് എനിക്ക് യോജിപ്പില്ല. പരസ്യമായിട്ട് തെരുവിളിക്കുന്നു. ഞാനൊരു മീൻസ് 2 ബാലൻസ്ഡ് ആയിട്ടുള്ള ഒരു തോട്ടിൽ പറയാൻ കാരണം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ, ഇനീഷ്യലി ഐ ടോൾഡ് യു റൈറ്റ്, ഈ ചില ഈ സോഷ്യൽ മീഡിയ സെലിബ്രിറ്റീസിനെ കണ്ടന്റ് കാണുമ്പോൾ എനിക്ക് യങ്സ്റ്റേഴ്സ് ഇൻഫ്ലുവൻസ് ഇപ്പൊ നാട്ടിൽ നടക്കുന്ന ഇപ്പൊ കേരളത്തിൽ നടക്കുന്ന കുറെ കാര്യങ്ങൾ ഇപ്പം യങ്സ്റ്റേഴ്സിന് പേടിയില്ല. കുറെ യങ്സ്റ്റേഴ്സിന് പേടിയില്ല. അതായത് അവര് ഈ കാണുന്ന സെലിബ്രിറ്റീസ് ഫോളോ ചെയ്യണ്ട. ഇതൊക്കെ എല്ലാവരും യങ്സ്റ്റേഴ്സിന് പറഞ്ഞു കൊടുക്കാൻ പറ്റുമോ നമുക്ക്? അതിപ്പോ നമ്മളിപ്പോ ഒരു സിനിമ കാണുമ്പോഴും നമുക്കത് പറഞ്ഞിട്ട് കാര്യമില്ല. അത് കുറച്ച് എഡ്യൂക്കേഷൻ കൊടുക്കുക എന്നുള്ളത് കൊടുത്താലേ പറ്റുള്ളൂ. നമ്മുടെ പോലീസ് ആണെങ്കിലും നല്ല ഫോഴ്സ് ആണ്. അപ്പൊ അവരൊക്കെ നല്ലോണം അത് ചെയ്യുന്നുണ്ട്. അപ്പം രക്ഷകർത്താക്കളും ഫ്രണ്ട്സും എസ്പെഷ്യലി ഫ്രണ്ട്സ് അത് മോശം കാര്യങ്ങള് ചെയ്യാതിരിക്കുക, അധികം അത് ചെയ്യുന്നവരെ ശിക്ഷിക്കുക. മോശം സാധനങ്ങള് സോഷ്യൽ മീഡിയ കാണിക്കുന്നവര് തെറിവിളി ഇതൊക്കെ ആര് വേണേ കാണും. ചെറിയ കുട്ടികളും കാണും. യൂട്യൂബ് ആർക്കും വേണേ തുറക്കാമല്ലോ. ഇതിനകത്തൊരു അഡൽട്ട് ഓൺലി കണ്ടന്റ് എന്ന് പറഞ്ഞിട്ട് സാധനം ഇല്ല. യൂട്യൂബിലുണ്ടോ? യൂട്യൂബിൽ നമുക്ക് സെലക്ട് ചെയ്യാം. ആക്ച്വലി നമുക്ക് ഇപ്പം അത് നമ്മളല്ലേ. നമ്മളിപ്പോ ഞാൻ കാണാൻ പോകുമ്പം ഒരു വീഡിയോയിൽ ഒരു സോഷ്യൽ മീഡിയ ഇൻഫ്ലുവൻസർ പോകും. അപ്പം അത് എനിക്കൊന്ന് റിവ്യൂ ചെയ്യുന്ന യൂട്യൂബിലുള്ള ആൾക്കാരാ. അവരത് ബ്ലോക്ക് ചെയ്യണം. അല്ലെങ്കിൽ
അത് പാരന്റൽ കൺട്രോൾ ഇപ്പൊ അവർ കാണുന്ന ഇപ്പൊ ടാബിലോ താമസം ഇല്ലാതെ ബ്ലോക്ക് ചെയ്യണം. അതായത് നമുക്ക് ഇവരെ ശിക്ഷിക്കാൻ വേണം. ഇങ്ങനെ മോശം പറയുന്നവരെ കേട്ടോ. അല്ലാണ്ട് നല്ല ഇപ്പൊ ഒരു വന്നിട്ട് അലിൻ ജോസ് പേരുടെ ഡാൻസ് കളിച്ചു വന്നിട്ട് ആർക്കും ഒരു ആർക്കും ശല്യം. ശല്യം. ഇപ്പൊ ആറാട്ടം വന്നിട്ട് ഒരു വീഡിയോയിൽ വന്നിട്ട് ഇന്റർവ്യൂ ചെയ്യുന്നതൊന്നും ആർക്കും ഒരു ബുദ്ധിമുട്ടില്ലാത്ത കാര്യം. ആസ് ലോങ് ആസ് ആരും മോശം ചെയ്യാണ്ടിരിക്കുന്നത്. ഇപ്പം ഈ പറഞ്ഞ സീക്രട്ട് ഏജന്റിന്റെ കാര്യം തന്നെ. സീക്രട്ട് ഏജന്റ് സിനിമ കണ്ടിട്ട് അഭിപ്രായം പറഞ്ഞു. അതിന് നമ്മൾ ചൂടായിട്ട് കാര്യമില്ല. നമ്മൾ ആ വീഡിയോ നമ്മളതിൽ ഇൻഫ്ലുവൻസ് ആവണ്ട. നമുക്ക് അത് എതിർപ്പുണ്ടെങ്കിൽ നമ്മൾ കമന്റ് പറഞ്ഞു എതിർപ്പ് നല്ല രീതിയിൽ, അതായത് ഒരു ഗുഡ് വേ, ഞാൻ യോജിക്കുന്നില്ല, നീ പോടാ, ആ സാധനം വേണ്ട. നീ അവൻ പോടാ തെറി അമ്മ. വിളിക്കുന്നില്ലോ. ഇപ്പൊ സീക്രട്ട് ഏജന്റ് വീഡിയോയിൽ തെറി വിളിക്കുന്നത് എപ്പോഴാ? ഒരാൾ അവനെ തെറി വിളിക്കുമ്പോഴാ. അവനെ തെറി വിളിക്കണ്ട, അവനോട് നല്ലതായിട്ട് പറഞ്ഞാൽ അവനും ആ സ്പിരിറ്റിലേ എടുക്കുള്ളൂ. ദാറ്റ്സ് ട്രൂ. സോ അപ്പം നമുക്ക് ഇപ്പം ടൈം ആയി തോന്നുന്നു റാപ്പ് ചെയ്യാനുള്ള. ബിക്കോസ് ഓൾമോസ്റ്റ് നമ്മുടെ അഭിപ്രായങ്ങൾ ഇത്ര നേരം കൊണ്ട് കേട്ടിരുന്നില്ല. സോഷ്യൽ മീഡിയയിലെ ആൾക്കാരെ കുറിച്ച് നമ്മളിപ്പോ സോഷ്യൽ മീഡിയയിൽ ഇങ്ങനെ നമ്മളെയും നമ്മുടെ അഭിപ്രായം ഞങ്ങൾ ആക്ച്വലി ഞങ്ങൾ എപ്പോഴും ഇത് എല്ലാത്തിനെ കുറിച്ച് സംസാരിക്കാറുണ്ട്. അങ്ങനെ ഇരുന്നപ്പോഴാണ് നമ്മളിങ്ങനെ നമുക്കൊരു ക്യാമറ വെച്ചാണ് സംസാരിക്കുക. അപ്പൊ വേറെ കുറെ ഫ്രണ്ട്സും വന്ന് കമന്റ് ചെയ്യുമല്ലോ. ഇപ്പൊ നിങ്ങളൊക്കെ നമ്മുടെ ഫ്രണ്ട്സ്, ഇപ്പോഴത്തെ ന്യൂ ഫ്രണ്ട്സ്. അപ്പൊ എനിക്ക് പറയാനുള്ള ഇത്രേ ഉള്ളൂ. ഇപ്പം നമ്മൾ പറഞ്ഞ ആൾക്കാരെല്ലാരും, ഇപ്പം സീക്രട്ട് ഏജന്റ് ആണെങ്കിലും ഷസാം ആണെങ്കിലും കാർത്തിക് സൂര്യ ആണെങ്കിലും ആറാട്ടണ്ണനാണെങ്കിലും ഇവരൊക്കെ പല പല രീതിയിൽ സോഷ്യൽ മീഡിയ ഫേമസ് ആയവരാ. യു ഗൈസ് കണ്ടിന്യൂ ഡൂയിങ് വാട്ട് യു ആർ ഡൂയിങ് and make more money by doing good things. Yeah. So ഈ പറയുന്ന ഞങ്ങളിപ്പോ മെൻഷൻ ചെയ്ത എല്ലാം സോഷ്യൽ മീഡിയ ഈ പറഞ്ഞ സൂപ്പർ സ്റ്റാർസ് ഓർ സെലിബ്രിറ്റീസ്, അവർ കുറെ ഫാൻസ് കാണുമല്ലോ. നിങ്ങളുടെ വ്യൂ ഞങ്ങളുടെ കോമന്റ് സെക്ഷനിൽ പോരട്ടെ. നിങ്ങള് കമന്റ് സെക്ഷനിൽ അവരെ തെറി വിളിക്കാതിരിക്കുക. ഇനി അതിപ്പോ ഞങ്ങൾ പറയും തെറി വിളിക്കാനായിട്ട് നമ്മളൊന്നും പറഞ്ഞു. നമ്മള് ഇവരെല്ലാം സപ്പോർട്ട് ചെയ്ത് മോശമായിട്ടൊന്നും ചെയ്യാത്തിരിക്കുന്ന കാരണം there is nothing wrong. ഇപ്പൊ കമന്റ് സെക്ഷനിൽ വരിക. അങ്ങനെയാണെങ്കിൽ നമുക്ക് ഇന്ററാക്ട് ചെയ്യാം കൂടുതൽ. പിന്നെ നമുക്ക് നെക്സ്റ്റ് എപ്പിസോഡിൽ എന്ത് കോണ്ടന്റ് കൊണ്ടുവരണം എന്ന് നമുക്ക് അങ്ങനെ ഡിസൈഡും ചെയ്യാൻ പറ്റും. സോ നിങ്ങൾ അഭിപ്രായം പറഞ്ഞാൽ നമുക്ക് അതിനെ കുറിച്ച് സംസാരിക്കാം. ആബ്സല്യൂട്ട്ലി. അപ്പൊ അങ്ങനെ നമുക്ക് ഇതങ്ങ് റാപ്പ് അപ്പ് ചെയ്യാം. അതെ. So once again, this is me, Vishnu. And this is Sudhish. Welcome to our channel. അല്ല, ending our channel ആദ്യമായിരുന്നു. Now we have to end. ഇപ്പൊ നമുക്ക് ഒരു വർഷം കൂടെ പറയാം. Yeah. So this is me, Vishnu. This is Sudhish. We are signing off. What's the crack?